നമസ്കാരം, ഞാൻ ശ്രീജിത്ത് സേൻ. ഇന്നിപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഒരു അവസ്ഥയാണ്. ഇന്നലെയും ഒരു വാർത്ത വന്നിരുന്നു. വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് ഇസ്രായേൽ ഗാസയിൽ ആക്രമണം നടത്തി, അതിൽ വൻ നാശനഷ്ടം വരുത്തി. പക്ഷേ ഹിസ്ബുള്ളയുടെ ഒരു ചീഫ് കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത. അപ്പോൾ ഇസ്രായേലിനെ കുറിച്ച് പറയാൻ പോകുന്നത്, ഇസ്രായേൽ ഇങ്ങനെ നിരന്തരം വെടിനിർത്തൽ കരാർ ലംഘിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വെടിനിർത്തൽ കരാർ ഉണ്ടാക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ അത് ലംഘിക്കാൻ വേണ്ടി തന്നെയാണ്. അപ്പോൾ അത് എന്തിനാണ് ഇങ്ങനെ ഇസ്രായേൽ വെടിനിർത്തൽ കരാർ ലംഘിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു കൊച്ചു രാജ്യം, 1 കോടി ജനങ്ങൾ പോലും തികച്ചില്ലാത്ത ഒരു കൊച്ചു രാജ്യത്തിൻ്റെ ചുറ്റും 6-7 ശക്തമായ ഇസ്ലാമിക രാജ്യങ്ങൾ ആക്രമണവുമായി ആയുധങ്ങളുമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥയാണ് ഇസ്രായേലിൻ്റെ ചുറ്റും. അപ്പോൾ ഈ വെടിനിർത്തൽ കരാറിലൂടെ ഇസ്രായേൽ മൗനമായിട്ടിരുന്നാൽ അവർക്ക് മുമ്പ് നേരിട്ടതുപോലെ 1 മണിക്കൂറിനുള്ളിൽ ആയിരങ്ങൾ 10,000-കണക്കിന് മിസൈലുകൾ അവരുടെ രാജ്യത്ത് വന്ന് പതിക്കുവാൻ സാധ്യതയുണ്ട്. അവർക്ക് തീർച്ചയായിട്ടും അവരുടെ എതിരാളികളിൽ വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഒരു കരാർ ഉണ്ടാക്കി വയ്ക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെക്കരുത്, അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കരുത് എന്ന് പറയുന്ന ഒരു കരാർ ഉണ്ടാക്കി വച്ചാൽ, ആ കരാർ ആദ്യം ലംഘിക്കുന്നത് ഈ ചുറ്റുപാടുമുള്ള ഹമാസും ഹിസ്ബുള്ളയും തുടങ്ങിയ നിരകളായിരിക്കും. അതിനൊരു ഉദാഹരണമാണ് ഇപ്പോൾ ഇസ്രായേൽ നടത്തുന്ന ഈ യുദ്ധത്തിൽ ആദ്യം അടിയേറ്റത് ഇസ്രായേലിലാണ്. ഇസ്രായേലിൻ്റെ അയൺ ഡോമിനെ പോലും തകർത്തുകൊണ്ട് ഇസ്രായേലിൽ ടെൽ അവീവിലൊക്കെ ആക്രമണം നടത്തി 500-600 ഒക്കെ സാധാരണക്കാരായ ഇസ്രായേലി പൗരന്മാരെ ഈ ഹമാസിൻ്റെയൊക്കെ നേതൃനിരകൾ കൊന്നുകളഞ്ഞു. അതിനോടകമാണ് ഇസ്രായേൽ തിരിച്ചടിച്ചു തുടങ്ങിയത്. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം എന്ന് ആയുധം താഴെ വയ്ക്കുമോ അന്ന് ആ രാജ്യത്തിൻ്റെ അവസാനമാണെന്നുള്ളത് ഇസ്രായേലിലുള്ള യഹൂദന്മാർക്ക് വളരെ നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. ദൈവം അവർക്ക് ആ ബുദ്ധിശക്തിയും ആ കഴിവും ഒക്കെ കൊടുത്തില്ലായിരുന്നു എങ്കിൽ തീർച്ചയായും ഈ ചുറ്റുപാടുള്ള 6-7 ഇസ്ലാമിക രാജ്യങ്ങൾ ഇസ്രായേലിനെ ശരിക്കും പപ്പടം പോലെ പൊടിച്ചു കളയുമായിരുന്നു. അവരുടെ നിലനിൽപ്പിന് വേണ്ടിയാണ് അവർ യുദ്ധം ചെയ്യുന്നത്. അതുകൊണ്ട് ഇസ്രായേലിൻ്റെ വെടിനിർത്തൽ കരാർ ലംഘനം ഒരിക്കലും ഒരു തെറ്റല്ല. അവരിനിയും ആയുധം താഴെ വയ്ക്കരുത്. ആയുധം താഴെ വച്ചാൽ ആ രാജ്യത്തിൻ്റെ അവസാനമാണ്.